ഈ ശബരിമലയിൽ തന്ത്രിമാർ തന്നെ വേണോ എന്നുള്ള ഒരു ദേവഹിതം കൂടെ നോക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അടുത്ത ദേവപ്രശ്നം വയ്ക്കുമ്പോഴത്തേക്ക് ഈ തന്ത്രിമാരുടെ ആവശ്യം ശബരിമലയിൽ ഉണ്ടോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ നോക്കിയാൽ നല്ലതായിരുന്നു. അല്ല, കാര്യം ഈ പന്തളത്തെ രാജകുമാരനായ അയ്യപ്പന്റെ പിതാവായിട്ട് ആന്ധ്രയിൽ നിന്ന് എങ്ങനെയാണ് കണ്ഠരന്മാർ വരുന്നത് എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അല്ല, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ദേവസ്വം ബോർഡും സർക്കാരും പിന്നെ ക്ഷേത്രങ്ങളുടെ മുഴുവൻ ചുമതലയിലേക്ക് പോകും. പ്രത്യേകിച്ച് ശബരിമലയുടെ ക്ഷേത്രങ്ങളുടെ അല്ലെങ്കിൽ ശബരിമലയുടെ മൊത്തം ചുമതലയിലേക്ക് പോകേണ്ടി വരും. അല്ല, അവിടെ ഈ തന്ത്രി എന്നുള്ള ഒരു ആളിൻ്റെ ആവശ്യം അവിടെ ഉണ്ടാവില്ലല്ലോ. സാധാരണഗതിയിൽ നമ്മൾ അമ്പലങ്ങളിൽ തന്ത്രിമാർ വരുന്നത് ഉത്സവ സമയത്ത് അതിൻ്റെ ചൈതന്യം പുനഃസ്ഥാപിക്കാനാണ് തന്ത്രിമാർ വരികയും ചെയ്യുകയും ചെയ്യേണ്ടത്. അല്ല, തന്ത്രി ദിവസം ഇവിടെ പൂജ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനാണല്ലോ മേൽശാന്തി ഉള്ളത്. അപ്പോൾ ഇവരൊക്കെ പിരിവിന് വേണ്ടിയിട്ട് അവിടെ കൈ നീട്ടി ഇരിപ്പാണ്. പൈസ താ അനുഗ്രഹം തരാം, പൈസ താ അനുഗ്രഹം തരാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. ഇത് ആദ്യം അവിടെ മാറ്റേണ്ട കാര്യമുണ്ട്. അവിടെ അയ്യപ്പനെ മാത്രം പൂജിക്കാൻ പോയാൽ മതി. എനിക്ക് അയ്യപ്പനെ നമ്മൾ പണ്ടൊരു ചൊല്ലുണ്ട്, ഈ മൂർത്തി കനിഞ്ഞാൽ ശാന്തി കനിയില്ല. മൂർത്തി ശാന്തി കനിഞ്ഞിട്ട് വേണം മൂർത്തിയെ കനിയിപ്പിക്കാൻ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ അവിടെ പോകുന്നതും. നമ്മൾ നേരിട്ട് പല പ്രാവശ്യവും ഞാൻ കണ്ടിട്ടുള്ളതാണ്. ധാരാളം പൈസ അവർക്ക് കൊടുക്കുന്നുണ്ട്. പല കാര്യങ്ങൾ അവർ ഇത് കഴിഞ്ഞിട്ട് ഈ സമയം കഴിഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾക്കും പൂജയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ സ്വർണ്ണം ഒരുക്കിയ ഒരു കർണാടകയിലെ ഒരു ജുവലറി ഉദ്ഘാടനം ചെയ്തത്, പൂജ ചെയ്ത് ഉദ്ഘാടനം ചെയ്തത് ഈ തന്ത്രി തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.